Hello everyone, welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ആക്ച്വലി എൻ്റെ ന്യൂ ഇയർ വ്ളോഗാണ്. എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം കൊണ്ട് ഞാനിങ്ങനെ പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ വീഡിയോസ് കണ്ടു ഗാലറിയിൽ. അപ്പോൾ എന്തായാലും എടുത്ത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ന്യൂ ഇയറിന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ന്യൂ ഇയർ ആണല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമ്മൾ രണ്ടുപേരും മാത്രമായിട്ടുള്ളൊരു ഭയങ്കര പ്രൈവറ്റായിട്ടൊരു ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഒരു സ്റ്റേക്കേഷൻ ചെയ്യാം, നമുക്ക് മൂന്നാർ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ മൂന്നാർ ഒരു റിസോർട്ടിൽ റൂമൊക്കെ ബുക്ക് ചെയ്തു. നമ്മൾ ഏകദേശം ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ എത്തി. ആദ്യം ഞങ്ങൾ എടുത്തൊരു റൂം എന്ന് പറയുമ്പോൾ നല്ലൊരു വ്യൂ അത്ര ഇതായില്ല. പിന്നെ നമ്മളത് ഷിഫ്റ്റ് ചെയ്തിട്ട് വേറൊരു റൂമിലേക്ക് പോയി. പക്ഷേ അവിടെ നിന്നുള്ള വ്യൂ ആണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ, നല്ല രസമാണ് കാണാനായിട്ട്. അതിനുശേഷം നമ്മൾ പതിയെ പൂൾ സൈഡിലോട്ട് വന്നു, ഒരു 6 മണിക്കൊക്കെ മുന്നേ ആയിട്ട്. അപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആണല്ലോ, വെയിലും ഉണ്ടാവില്ല, എന്നാലും അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ടാവും. എന്നിട്ട് ഞങ്ങൾ പതിയെ അവിടെ പൂളിലൊക്കെ ഇറങ്ങി കുറച്ച് നേരം എൻജോയ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഇരുട്ട് രാത്രിയൊക്കെ ആവാറായപ്പോഴും നമ്മൾ നേരെ റൂമിലോട്ട് പോയി. റൂമിൽ പോയി കഴിഞ്ഞ് കുറച്ച് നേരം, ആ സമയമൊക്കെ ഇപ്പം നല്ല തണുപ്പായിട്ടോ, അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. നമ്മളവിടെ കുറേ നേരം നിന്ന് ആ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ കുറേ നേരം അവിടെ നിന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും പുറത്തേക്ക് ഇറങ്ങി അവിടേക്കൊന്ന് ജസ്റ്റ് നടന്ന് കണ്ടു സറൗണ്ടിങ്സൊക്കെ. പിന്നെ നമുക്ക് ഡിന്നറും കഴിക്കണമല്ലോ. അപ്പോൾ ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ അവിടെയൊക്കെ ഫുൾ ലൈറ്റിങ്സ് വെച്ച് നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. പിന്നെ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു. ഡിന്നർ കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്കതൊന്നും ഇതിനകത്ത് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറേ നമ്മളുടെ കുറേ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്കതൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു മൊമെൻറ്റിൽ നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ എനിക്കതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതായിരുന്നു മെയിൻ റീസൺ. ഞാനിത് എന്ത് വെച്ച് എഡിറ്റ് ചെയ്യുമെന്ന് ഓർത്തു. അതിനുശേഷം നമ്മളുടെ ന്യൂ ഇയർ ആയപ്പോഴേക്കും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷൊക്കെ ചെയ്തു. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള, നമുക്ക് എന്നും മനസ്സിൽ ഇങ്ങനെ ഓർത്ത് വയ്ക്കാൻ പറ്റുന്നൊരു ന്യൂ ഇയർ ആയിരുന്നു ഇത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഈ പ്രാവശ്യത്തെ ന്യൂ ഇയർ സെലിബ്രേഷൻ.